പാലാ നഗരസഭയ്ക്ക് പിന്നാലെ തൊടുപുഴ നഗരസഭയിലും ഭരണപ്രതിസന്ധി. 22 സീറ്റ് നേടി അധികാരത്തിലെത്തിയ യുഡിഎഫിന് മുന്നണിക്കകത്തെ തർക്കങ്ങളും നഗരസഭാ അധ്യക്ഷയെ മാറ്റണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നിലപാടെടുക്കുന്നതുമാണ് പ്രധാന വെല്ലുവിളി. നിലവിലെ ചെയർപേഴ്സണെ പുറത്താക്കാൻ യുഡിഎഫിനുള്ളിൽ അണിയറ നീക്കങ്ങളും സജീവമാണ്. തൊടുപുഴ നഗരസഭയിൽ യുഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരമേറ്റ് 6 മാസം കഴിഞ്ഞിട്ടും ഭരണസമിതിക്ക് താളം കണ്ടെത്താനായിട്ടില്ലെന്നാണ് വസ്തുത. യുഡിഎഫ് ധാരണ പ്രകാരം ആദ്യ ടൈം ലീഗിന് ചെയർമാൻ പദവി നൽകിയെങ്കിലും നഗരസഭാ അധ്യക്ഷ ഒരു ഭാഗത്തും കൌൺസിൽ അംഗങ്ങൾ മറുചേരിയിലുമാണെന്നതാണ് സ്ഥിതി. നഗരസഭാ പരിധിയിലെ അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ ചെയർപേഴ്സൺ തീരുമാനമെടുത്തെങ്കിലും എതിർചേരിയുടെ സമ്മർദ്ദം കാരണം നടപ്പിലായിട്ടില്ല. ഭരണപരമായ തീരുമാനങ്ങളിൽ ചെയർപേഴ്സണും കൌൺസിലിലെ മറ്റ് ഭരണകക്ഷി നേതാക്കളും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് നിലവിലെ ചരടുവലികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ചെയർപേഴ്സൺ സാബറ ജലീലിനെ സ്ഥാനത്ത് നിന്നും നീക്കുവാനുള്ള ശ്രമങ്ങൾ സജീവമാണ്. നഗരസഭാ ഉപാധ്യക്ഷനും ഒരു വിഭാഗം ലീഗ് കൌൺസിലർമാരും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ആരോപണമുണ്ട്. പാർട്ടി മുന്നണിയും ഇതുവരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ രാജിവെച്ചു കൊടുക്കാൻ തയ്യാറുമാണ്. കാരണം ഇത് ടേം അടിസ്ഥാനത്തിൽ വന്നേക്കുന്നതാണ്. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയ ഒരു സ്ഥാനമല്ല, പാർട്ടി എനിക്ക് തന്നതാണ്. കാരണം പാർട്ടിയുടെ അതായത് ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും അത് മുനിസിപ്പൽ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നതല്ലേ പാർട്ടിയുടെ ഉത്തരവാദിത്വം. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിർവഹിക്കും. പിന്നെ അങ്ങനെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മാറേണ്ട സാഹചര്യമാണെങ്കിൽ ഞാൻ മാറും. പക്ഷേ അതിനുണ്ടായ കാരണങ്ങൾ അതെനിക്ക് വ്യക്തമാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ നിലവിൽ ഇതുവരെ എന്റെ ശ്രദ്ധയിൽ എന്നോട് പാർട്ടിയോ മുന്നണിയോ ആവശ്യപ്പെട്ടിട്ടില്ല. തൊടുപുഴയിലെ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനം വാടകയ്ക്ക് നൽകുന്നതിലും മാങ്ങാട്ടുകവലയിലെ അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലും ചെയർപേഴ്സൺ സ്വീകരിച്ച നിലപാടിനെ കൌൺസിലിൽ മറ്റു ഭരണകക്ഷി നേതാക്കൾ അട്ടിമറിച്ചിരുന്നു. പ്രതിപക്ഷ കൌൺസിലർമാരുടെ എതിർപ്പിനേക്കാൾ ലീഗിലെ ഒരു വിഭാഗം കൌൺസിലർമാരും ചെയർപേഴ്സണെതിരാണ്. വിഷയത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇനി നിർണായകമാവുക. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.